What do you think about yourself? ഇത് എന്റെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട ഏരിയയാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എന്നെ ഇൻഫോം ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദകൾ നിങ്ങൾ കാണിക്കണമായിരുന്നു. അവന്റെ ഒരു നാർക്കോട്ടിക് സെല്ല്. ഇതിൽ നിന്നൊരു പുല്ലും കിട്ടിയില്ലെങ്കിലേ എന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. കുറെ നാളായി ഷൈൻ ചെയ്യുന്നു. എന്തായടോ? ഇതിനകത്തൊന്നുമില്ല സാർ. Anything you have got? പറയടോ. ഒന്നുമില്ല സാർ, എല്ലാം ഗ്യാസ് ഇറച്ച കുട്ടികളാ. Are you sure? അതെ സാർ. ഗ്യാസാണ് സാർ. ചെറുപ്പത്തിന്റെ സ്മാർട്ട്നെസ് കാണിക്കുക. ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടാതെ ശരിക്കും വേണ്ട ബാക്കപ്പ് പോലും ഇല്ലാതെ ഹീസ് മേക്കിംഗ് പബ്ലിക് ഹെഡേക്ക് സർ. Anand, your operation has failed. Don't you think so? ഇത് ഗ്യാസ് അല്ലല്ലോ സർ. Take them. ഡിവൈഎസ്പി ഞാൻ മീറ്റ് ചെയ്തോളാം. നോ അത് ഞാൻ ഏറ്റു. എങ്ങനെ സിലിണ്ടേഴ്സ് റീപ്ലേസ് ചെയ്യും? അതും ഒരു ഫുൾ ലോഡ്. ആർസിസ് ചെക്കൻ നമ്മുടെ ഹാർബറിലെ 3 കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്തു. CI സോമരാജൻ എന്നെ കണ്ട മനസ്സിലായില്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യൂ സർ. പറ. അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെ മിസ് ചെയ്തു? എങ്ങനെ 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 ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ 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 ഹലോ. സാർ ഇതൊരു വലിയ അടിയായി പോയി സാർ. ഒരേ ദിവസം തന്നെ ആനന്ദും ശേഖറും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. സാർ രജിച്ചാനെ വിളിക്കും സാർ പ്ലീസ്. വിളിക്കാവേ? ഇതൊക്കെ ചെറിയ ഇഷ്യൂസ് അല്ലേ? ഇതൊന്നും ഇച്ചാൻ്റെ ഇടയ്ക്ക് എത്താതിരിക്കാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഐ ക്യാൻ മാനേജ് ഇറ്റ് ആൻഡ് ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്. ഓക്കെ. ഒന്ന് പറഞ്ഞിട്ടെടുക്കണോ? ഒറ്റയ്ക്ക് പോയി നടത്തുന്ന എൻകൗണ്ടർ, അതിലാണ് ത്രിൽ. എനിക്ക് എന്നെ തന്നെ നല്ല വിശ്വാസമാണ്. പിന്നെ എന്തിനാണ് ബാക്കപ്പ്? അതിന്റെ ആവശ്യം. ഹലോ, മാസ്ക് ചെയ്യാതെ മാറി നിൽക്കണം പ്ലീസ്. മണികണ്ട, ടെലികാസ്റ്റ് ഇതും കട്ട് ചെയ്തേക്കണേ. ഓക്കെ. ഹലോ. ഹലോ, എന്തുണ്ട്? കളർ ഫോട്ടോനല്ലേ? ഫ്രണ്ട് പേജ് തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവല്ലേ? ഓക്കെ. എന്താ സർ, മറ്റാരുമായി ക്രെഡിറ്റ് ഷെയർ ചെയ്യാതിരിക്കാനുള്ള കണ്ണിങ്നെസ് അല്ലേ ഇതിന് പിന്നിലുള്ളത്? ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഈ കണ്ണിങ്നെസ് ആണ് എന്നെ പോലെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടത്. നിങ്ങൾക്കും അത് വേണം അല്ലേ? ശരിയല്ലേ? എടുത്തോളൂ. ഒരു വൺ മാൻ ആർമി പോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കേസിലും ഇന്നേ വരെ ഒരു ഫോളോ അപ്പ് നിങ്ങൾ നടത്തിയിട്ടില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ഓഫീസർ എന്ന നിലയിൽ അതൊരു അലംഭാവമല്ലേ? ഗവൺമെന്റും പോലീസും കോടതി ഉൾപ്പെടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സാർ, മിസ്റ്റർ ആർ.സി. ശേഖർ താങ്കളെ പോലെ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന മീഡിയ കവറേജ് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയം. അത് നിങ്ങൾക്ക് തോന്നുന്ന എന്റെ ഭാഗ്യമാണ്. കവറേജും പബ്ലിസിറ്റിയും ചെയ്തു തരേണ്ടത് നിങ്ങളല്ലേ? യെസ്. വാർത്തയിൽ സ്ഥാനം പിടിക്കാനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം എന്നാണ് പൊതുവെയുള്ള കംപ്ലൈന്റ്. അതൊക്കെ ഒരു കംപ്ലൈന്റ് ആണോ? കോംപ്ലിമെന്റ് അല്ലേ? ഓക്കെ, താങ്ക് യു ജെന്റിൽമാൻ. താങ്ക് യു.
അപ്പൊ ഓക്കെ. ആ എന്താ സാറൊരു എത്തിയല്ലേ അപ്പൊ ഒരു പോലീസ് ഓഫീസറിന് മിനിമം മറ്റേതെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ? ഐ മീൻ മിസ്റ്റർ ആനന്ദ് ജേക്കബിനെ പോലെ ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് വൃത്തിക്ക്. എന്റെ പൊന്നു പെങ്ങളെ, ചെരക്കാനും വെട്ടാനും ഒന്നും എനിക്ക് നേരമില്ല. അങ്ങേർക്ക് ചിലപ്പോ സമയം കാണും, അല്ലെങ്കിൽ അവന്റെ ജോലി അതാണല്ലോ. അപ്പൊ ഓക്കെ. പിന്നെ ഇതൊരു സ്റ്റൈൽ അല്ലേ എന്നെ? I'm really proud of you, Anand. Okay, നാളെ Okay, ഓഫീസിൽ sir. കാണാം. ഹലോ. ആ കണ്ടു. ക്വാർട്ടർ പേജ് ആയിപ്പോയി അല്ലേ? ഫ്രണ്ട് പേജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലിവറേജ് കിട്ടിയാനെ. ആ ശരി. ഈ ട്യൂണിങ് കറക്റ്റായിട്ട് വരുന്നില്ലല്ലോ. തങ്കമണിയേ, തയ്ച്ചത് മതി, എണീറ്റ് വീട്ടിൽ പോ. അതെ, ട്യൂൺ ചെയ്തത് മതി. കട അടച്ചിട്ട് പുറത്തോട്ടിറങ്ങണോ? നിനക്കൊന്നും വേറെ പണിയില്ലടാപ്പാ. മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, ട്യൂണും ചെയ്യിപ്പിക്കൂല. ഞാൻ പോട്ടെ ഏട്ടാ. നിന്ന് കിണങ്ങാതെ കട അടച്ചിട്ട് ഇറങ്ങാൻ. എന്നാ ഞാൻ പോയിക്കോട്ടെ ഏട്ടാ. മര്യാദയ്ക്ക് ഇവിടെ വാടോ. തങ്കമണി കട അടച്ച് വീട്ടിൽ പോയിക്കോട്ടെ. നാളെ കട മുടക്കൊന്നുമില്ല, മറക്കല്ലേ. എടാ താഴെ വെക്കാൻ അവിടെ നീ. കാണ്. ശേഖരിച്ചു. ഇത് കാണിക്കാനാ പിടിച്ചിറക്കിക്കൊണ്ട് വന്നത്. അതെങ്ങനെ ടിവിയും കാണത്തില്ല, പത്രവും വായിക്കത്തില്ല. ഏത് നേരം നോക്കിയാലും തങ്കമണിക്ക് ട്യൂൺ ചെയ്തോണ്ടിരിക്കും. എടാ പോർക്കേരെ തങ്കമണി ഇത് കുറിച്ച് ശേഖർജിയുടെ ചെലവാ. താൻ ഇത് കണ്ടോ? എവിടെ? ആഹാ, ഇത് നമ്മുടെ ബദലിന്റെ ഫോട്ടോയാണല്ല. ഓ, വേണ്ടാത്തതേ കാണൂ. തിരിച്ച് പിടിക്കേണ്ട തോപ്പും പടി. അല്ല ദൈവമേ, ഇത് കളറിലാണല്ല. കലക്കേണ്ടത്. ഇത് ശേഖർജിയുടെ അമ്മയ്ക്ക് കുന്നത്തൂർക്കാവിൽ കൊണ്ടുപോകാൻ പറ്റിയ പടം. ആരായാലും വീഴും. എടോ, താൻ ടിവിയിൽ കാണായിരുന്നു. എന്തായിരുന്നു സ്റ്റൈൽ എന്നറിയോ? ഈ കാണുന്ന പോലെയൊന്നല്ല. ഞാൻ വരയ്ക്കുന്ന പോർട്രേറ്റ് ഇല്ലേ, ഏകദേശം അതിന്റെ കുറിച്ച് സ്റ്റൈൽ വരും. എന്റെ ആർട്ടിസ്റ്റ് മോഹനെ ഇങ്ങനെ സ്വയം പുകഴ്ത്താതെ. എന്നാലും എന്റെ ശേഖർജി ആ പോലീസ് കാക്കിയിട്ട് ചെത്ത് നിൽക്കുന്ന ഒരു പടം പത്രത്തിൽ വന്ന് എനിക്കൊന്ന് കാണണം. എന്നിട്ട് വേണം ഈ ഓട്ടോ ചന്ദ്രനെ കണ്ണടയ്ക്കാൻ. എന്ത് ചെയ്യാനാ ചന്ദ്ര? അക്കാഡമിന്ന് പാസ് ഔട്ട് ആയപ്പോഴേ അവന്മാര് നർക്കോട്ടിക്സിൽ പിടിച്ച് തള്ളിയില്ലേ? അവിടെ കിടന്ന് പയറ്റുന്നവർക്ക് കാക്കിയില്ലല്ലോ. ആഗ്രഹത്തിന് മാറി ഒന്ന് നീങ്ങേ. എന്റെ തങ്കമണി ഇപ്പൊ വീട്ടിലെത്തിക്കാവുന്ന ഓതേ പിന്നെ തങ്കമണി ഒന്നും ഇട്ടാണ്. ആ പെണ്ണ് വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോടി. ചേച്ചി നേരെ കളയാതെ പോവാൻ നോക്കൂ. ശേഖരന്റെ പടം വന്ന പേപ്പറൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എല്ലാം ആ പെണ്ണെടുത്ത് കീറി കളഞ്ഞു കാണും. ഞാൻ പറയുമ്പോ ചേച്ചിക്ക് പിടിക്കത്തില്ല. എങ്കിലും ഞാൻ പറയാ, ആ പെണ്ണിന് ഇത്തിരി നെകളിപ്പ് കൂടുതലാ. ഒരു സൂക്ഷ്മമില്ലാത്ത പെണ്ണാ. വല്ലതും അങ്ങോട്ട് പറയാൻ പറ്റുമോ? അങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് 10 നാക്കിട്ടടിക്കും. എന്നാലേ നാക്കുകൊണ്ട് നക്കി സ്നേഹിക്കുന്ന ഒരു നല്ല പെങ്കൊച്ചിനെ കൊണ്ട് പ്രസവിക്കാൻ വയ്യായിരുന്നോ? ഇതെടുത്ത് ആരും വിഴുങ്ങിട്ടൊന്നുമില്ല. അയ്യോ, ഇതാകെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നോക്കടി രാജമ്മേ, ഇതിന്റെ ഒരു കോലം കണ്ടോ? കുടുംബത്തിൽ പറഞ്ഞ വല്ലോരെയും ഇനി ഇത് കാണിക്കാൻ കൊള്ളാവോ? സാരല്ല ചേച്ചി, ഇത് കണ്ടിട്ടൊന്നും അല്ലല്ലോ അവര് പെണ്ണിനെ തരാൻ പോണത്. എന്നാലും നമുക്കൊരു അന്തസ്സില്ലോ. പിന്നെ ഒരു പേപ്പറും പൊക്കി പിടിച്ചോണ്ട് പെണ്ണാലോചിക്കാൻ നടക്കുന്നല്ലേ വലിയ അന്തസ്. എന്റെ അമ്മായി, ഇത് എന്തൊരു പൊങ്ങച്ചാ. എന്റെ അമ്മച്ചിയെ ഞാൻ നിർത്തി. നിന്നോട് കോർക്കാൻ നിന്നാലേ കുന്നത്തൂർകാവിൽ എത്തുമ്പോ ഉച്ചപൂജ കഴിയും. വല്ലാത്തൊരു ജന്മം തന്നെ. ആഹാ, എന്നൊരു കാര്യം ചെയ്യ, നിങ്ങളോട് കൂടെ പോയിക്കോ. എന്റെ അമ്മോ, പഴത്തിന് ചുറ്റും നാക്കാം. പെൺപിള്ളേർക്ക് ഇത്രയും നീളം വേണ്ട നാക്കിന്. അയ്യോ, സേതലക്ഷ്മി, ഒന്നിങ്ങോട്ട് വന്നേ. വരണു. പിന്നെ ശേഖരൻ വരുവാണെങ്കിലേ കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്ന ആ പെൺപിള്ളേരുടെ ജാതകവും ഫോട്ടോ എണ്ണെടുത്ത് കാണിച്ചു കൊടുത്താക്കണേ. എന്റെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും ഒരു കാശിനും കൊള്ളൂല. വേണമെങ്കിൽ കാണിച്ചേക്കാം. അത് പറഞ്ഞപ്പോഴാ, ഓ ഞാൻ അതങ്ങ് മറന്നു. എടി പെണ്ണേ, ആ മേശപ്പുറത്ത് ഒരു കവർ ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വാ. പോകുമ്പോ എടുത്തിട്ടങ്ങ് പൊയ്ക്കൂടെ? എല്ലാത്തിനും ചേച്ചി ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഓ അടി. ഓ പോയി. എന്നാ തലക്കൊഴിഞ്ഞിതാ, അവിടെ കൊണ്ടേ കാണിക്കിട്ടേക്കാം. പെണ്ണിന്റെ ഒരു നെകളിപ്പ്. ഓ,
പെട്രോളിന് വീണ്ടും വില വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ച ഞങ്ങളുടെ ബാങ്കിന്റെ ആനുവൽ ഡേ സെലിബ്രേഷനെ ഞങ്ങൾക്കൊരു ചീഫ് ധനമന്ത്രാലയം അറിയിച്ചു. ഫിലിം സ്റ്റാർസ് ആയിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ല. വല്ല കള്ളനോ കൊലപാതകയോ മതിയെങ്കിൽ ഒപ്പിക്കാം. എന്റെ പുന്നാര ആങ്ങളെ തന്നെ ഹൈജാക്ക് ചെയ്ത് കൊണ്ട് ചെല്ലാനാ അവര് പറഞ്ഞിരിക്കുന്നത്. ജ്യൂസ് ഞാൻ കുടിക്കാം, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് നടക്കുകയല്ല മോളെ. ഇന്നലെ കൊച്ചിയിൽ RC ശേഖർ പിടികൂടിയ മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ കോടി കണ്ടിട്ട് സഹിക്കണില്ലേ? എന്നാ ജലസിയാ ചെയ്യാ? എഴുന്നേരെ ഒന്ന് പോടി അവിടുന്ന്. വിത്തൗട്ട് എനി പ്ലാനിങ്, യൂസിങ് നോ ഇന്റലിജൻസ്. ഇതുപോലെ 3 കവലച്ചട്ടപ്പള്ളി പിടിക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? എന്നാ ഇച്ചായനെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അതിന്റെ ഒരു ഫാനാ. കീർത്തി, നീ മരുന്ന് കഴിച്ചോ? ഓ പിന്നെ എന്നാ കേറാ എന്റെ കാര്യത്തിൽ. മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം. ആ പുള്ളിക്കാരനെ ഞാനൊന്ന് പോയി കണ്ടാലോ? ശേഖർ സാറിന്. ഇച്ചായന്റെ പെങ്ങളാന്നൊന്നും ഞാൻ പറയല. ആനുവൽ ഡേക്ക് ഞാൻ അതിയാനെ ഒപ്പിച്ചോളാം. അല്ലാതെ പിന്നെ കീർത്തി, അത് ഞാൻ വരാം. എന്റെ ഇച്ചായന്റെ മനസ്സ് നല്ല മനസ്സാ. അത് നിറച്ച് അസൂയ അസൂയ. അയ്യോടാ ഒക്കെ മാറി മാറ്റം കണ്ടോ? കൊറേ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും തടിമെടുക്കലല്ല പ്ലാനിങ്ങിലാ കാര്യമൊന്ന്. ബുദ്ധി, ബ്രെയിൻ. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? നീ എവിടെയെങ്കിലും ഒന്ന് നില്ലെന്റെ സേതു. പെണ്ണിന്റെ കാര്യം. എന്റെ പൊന്നമ്മുക്കുട്ടി അമ്മേ. കുറച്ചുകൂടെ ഉറക്ക വിളിക്കേ, എന്നാലേ അങ്ങ് കുന്നത്തൂർക്കാവ് വരെ കേക്കുള്ളൂ. അപ്പൊ അമ്മ ഇന്നും ഇല്ലേ? ചേടാ, അമ്മയെ കണ്ടിട്ട് കോടാനുകോടി വർഷങ്ങളായതുപോലൊരു തോന്നൽ. അല്ല, തോന്നലല്ല, അങ്ങ് ശിലായുഗത്തിലെങ്ങാണ്ട് കണ്ടതാ. നീ എന്തെങ്കിലും ഒന്ന് പറയടി എന്റെ പെണ്ണെ. അമ്മ എങ്ങനെ ഇരിക്കുന്നു? അമ്പലത്തിൽ പോയി അങ്ങ് തേഞ്ഞു പോയോ? വരാന്ന് പറഞ്ഞ ദിവസം വരണേ. ഈ കഴിഞ്ഞ ഏതോ ഒരു ദിവസം അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഞാൻ കുടിച്ചു നോക്കി, പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. വരാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ അത് മുഴുവൻ കുടിപ്പിച്ചേനെ. ആ അവസാനം ഞാൻ തന്നെ മുഴുവൻ കുടിച്ച് തീർത്തു. ഓഹോ, ഇനി അമ്മ എവിടെയെങ്കിലും ഇട്ട് റെയ്ഡ് ചെയ്ത് പിടിക്കണം.